മോക്ഷാബ്ദിസാരമയ ഭാഗവതാക്യദഗ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗക പരിതപ്തജനായ യോഗാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്രി തുളസികാ ഗോപികാ ചന്ദനം തത് സാലഗ്രാമാഭിപൂജ പരപുരുഷതദേകാദശി നാമവർണാഃ ഏതാന്യഷ്ടാപയത്നാനൈകലി സമയേ ത്വത്പ്രസാദ പ്രവൃത്യാ ക്ഷിപ്രം മുക്തിപ്രദാനി ത്വപിദൃശയഃ ദിക്ഷു മാം സജ്ജയേതാ. സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന് നാരായണീയത്തിലെ 6ാമത്തെ ദശകം, അതിലെ 5ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള എല്ലാ ദശകങ്ങളിലെയും ശ്ലോകങ്ങളൊക്കെ നമ്മൾ അർത്ഥസഹിതം ഓരോ ശ്ലോകങ്ങളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് 5ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് അർത്ഥം മനസ്സിലാക്കാം. നിശേഷ വിശ്വരജനാജ കടാക്ഷമോക്ഷ കർണൗ ദിശോഷിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേജ ഭഗവന്നതരോത്തരോഷ്ഠൗ താരാഗണാശ്ചരദനാശമനശ്ച ദംഷ്ട്രാ. അപ്പോൾ ഇത് ഭഗവാന്റെ ഓരോ അവയവങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നിശേഷ വിശ്വരചന. നിശേഷ പറഞ്ഞാൽ എന്താണ്? മുഴുവനായിട്ടുള്ള. വിശ്വരചന, വിശ്വത്തിൻ്റെ രചന പറഞ്ഞാൽ ആ വിശ്വത്തിൻ്റെ സൃഷ്ടി. എന്താണ്? കടാക്ഷമോക്ഷ പറഞ്ഞാൽ ആ ഭഗവാന്റെ കടാക്ഷമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആ സൃഷ്ടി എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ഒരു നോട്ടമാണ്. ഭംഗിയുള്ള ആ നോട്ടം എന്താണ്? വിശ്വത്തിൻ്റെ മുഴുവനായിട്ടുള്ള വിശ്വത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്നത്. പിന്നെ കർണൗ ദിശോശിയുഗളം തവനാസികേ ദ്വേ. കർണൗ പറഞ്ഞാൽ ചെവികൾ. ദിശഹ പറഞ്ഞാൽ എന്താണ്? ദിക്കുകൾ, ഡയറക്ഷൻ. ചെവികളെ എന്ന് പറയുന്നത് എന്താണ്? ദിക്കുകളാകുന്നു. അശ്വയുഗളം തവ നാസികേ ദ്വേ. യുഗളം എന്ന് പറഞ്ഞാൽ 2. അശ്വയുഗളം പറഞ്ഞാൽ അശ്വദേവന്മാർ, 2 അശ്വദേവന്മാർ. തവ നാസി യുഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അശ്വയുഗളം എന്ന് പറഞ്ഞാൽ അശ്വിനി ദേവന്മാർ, 2 അശ്വിനി ദേവന്മാർ എന്താകുന്നു? തവ നാസികേധേ ആ ഭഗവാന്റെ 2 നാസാരന്ധ്രങ്ങളാകുന്നു പറയാണ്. ലോഭത്രബീജ ഭഗവൻ നദരോത്തരോഷ്ഠോ. ലോഭം എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാഗ്രഹം. ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ. അത്യാഗ്രഹവും ലജ്ജയും എന്താകുന്നു? ഭഗവാന്റെ അധരോത്തരോഷ്ഠവും. അധര പ്ലസ് ഉത്തര പ്ലസ് ഓഷ്ഠോ. അധരം ചുണ്ടുകൾ, ആ മേൽചുണ്ടും കീഴ്ചുണ്ടുമാകുന്നു. എന്ത്? ആ അത്യാഗ്രഹവും ലജ്ജയും ഭഗവാന്റെ മേൽചുണ്ടും ചുണ്ടുകളാകുന്നു എന്ന് പറയുകയാണ്. താരാഗണാശ്ച രതനാശമനശ്ച ദംഷ്ട്ര. താരാഗണാശ്ച എന്താണ്? ആ ഭഗവാന്റെ പല്ലുകൾ എന്ന് പറയുന്നത് താരാഗണാശ്ച നക്ഷത്ര സമൂഹമാകുന്നു. അതുപോലെ ദംഷ്ട്രങ്ങൾ. ദംഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പല്ല്, അണപ്പല്ല് എന്നൊക്കെ പറയില്ലേ? അത് എന്താകുന്നു? ശമനഹ കാലനാകുന്നു, യമനാകുന്നു. അപ്പോൾ ഓരോ അവയവങ്ങളും ഭഗവാന്റെ ഓരോ അവയവങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിശ്വത്തിൻ്റെ മുഴുവൻ സൃഷ്ടി എന്ന് പറയുന്നത് ആ ഭഗവാന്റെ ഒരു നോട്ടമാകുന്നു. ചെവികളെ എന്ന് പറയുന്നത് ദിക്കുകളാകുന്നു. അതുപോലെ തന്നെ അശ്വയുഗളം, ആ അശ്വിനി ദേവന്മാർ
എന്ന് പറയുന്നത് ഭഗവാന്റെ നാസാരന്ധ്രങ്ങളാകുന്നു. ലോഭവും ദ്രവവും അത്യാഗ്രഹവും ലജ്ജയും ഭഗവാന്റെ മേൽചുണ്ടും കീഴ്ചുണ്ടുമാകുന്നു. അതുപോലെ പല്ലുകളെ എന്ന് പറയുന്നത് നക്ഷത്ര സമൂഹമാകുന്നു. അതുപോലെ അണപ്പല്ല് ദംഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് യമനാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. നിശേഷ വിശ്വരജനാജ കടാക്ഷമോക്ഷ കർണൗ ദിശോശിയുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേജ ഭഗവന്നതരോത്തരോഷ്ഠൗ താരാഗണാശ്ച രതനാശമനശ്ച ദംഷ്ട്രാ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.